നമ്മളിന്ന് പോകുന്നത് ഉത്സവത്തിനാണ് കേട്ടോ. നമ്മുടെ ഉദയന്നൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, 10ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി നേരെ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേനും തന്നെ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോഴേ എന്നോട് ചോദിച്ചു നമുക്ക് ഉത്സവത്തിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് അന്താളിച്ചു പോയി കേട്ടോ. എന്തോ പറ്റി ഇങ്ങനെ പറയാനെന്ന്. അപ്പോൾ വരുന്ന വഴിക്ക് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും മനസ്സൊന്ന് മാറിയതാണെന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് പോവാമെന്നുള്ള. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഞാനും നീലൂട്ടനും കുളിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അകത്ത് കയറാനായിട്ട് പറ്റിയില്ല കേട്ടോ. അമ്പലം അടച്ചിട്ടേക്കുമായിരുന്നു. കാരണം ദേവിയുടെ ആറാട്ടിന് വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ ദേവി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്പലം അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം ഞങ്ങൾ ഇരുന്നു. പിന്നെ പോയത് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് പോയിട്ട് വരാം, പോവാമെന്ന് ചേട്ടായി പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പം തന്നെ ഞാനും നീലൂട്ടനും കൂടെ ചാടി ഇറങ്ങിയതാവും. എന്തായാലും പോവാം, ആ ലൈറ്റും അമ്പലത്തിലൊക്കെ പോയി ഒന്ന് കുറച്ച് നേരം ഇരുന്ന് ഉത്സവമൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആനയുണ്ടെന്ന് കേട്ടോ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആനയുണ്ടെന്ന്. അപ്പോഴല്ല, കഴിഞ്ഞ വർഷമൊക്കെ ഒരു ആനേനെ കണ്ടിട്ടുണ്ട്, ഒരു പെണ്ണാന ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെ ഇങ്ങനെ മരത്തിലിങ്ങനെ തളച്ചിട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പം കഴിഞ്ഞ വർഷം കെട്ടിയിരുന്നിടത്തല്ല ആന ഇപ്രാവശ്യം കെട്ടിയിരുന്നത്. പിന്നെ ഞങ്ങൾ ആനയൊക്കെ കാണാൻ പോയി. അപ്പോൾ ദൂരെ അങ്ങ് വലിയൊരു ആന നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. എല്ലാവരും ഈ കുട്ടിയാനേനെ കാണാനായിരുന്നു കേട്ടോ നിന്നത്. ഈ പെണ്ണാനയ്ക്ക് നമ്മളൊരു പേര് പറയുമല്ലോ, പിടിയാനയോ അങ്ങനെ എന്തോ ആണോ, കൊമ്പനാനയും അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ പെണ്ണാനയാണ് എന്തായാലും. അങ്ങനെ അതിനെ കാണാൻ പോയായിരുന്നു കേട്ടോ. നീലൂട്ടൻ അമ്പലത്തിൽ കയറിയപ്പോൾ തൊട്ട് ചാട്ടവാ, അമ്മ ഓടട്ടാ, അമ്മ ഓടട്ടാ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഓട്ടമായിരുന്നേ. ഞങ്ങളിതാ ഇനി ആനേനെ കാണാനായിട്ട് പോവാട്ടോ. ആന എന്ന് പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ, ഒരു സുന്ദരി കുട്ടി ആന. സുന്ദരി കുട്ടി എന്ന് പറഞ്ഞാൽ സുന്ദരി കുട്ടി. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഇവളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര അടുത്ത് നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ആദ്യമായിട്ടാട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആനയാണേ. നല്ല സ്നേഹമുണ്ട്. കുറുമ്പ് ഇത്തിരി കൂടുതലാണ് കേട്ടോ ഇവക്ക്. ഭയങ്കര എന്താ പറയുക, തുമ്പിക്കൈ വെച്ച് എല്ലാവരെയും അടുത്തൂടെ പോകുന്നവരെ വരെ തുമ്പിക്കൈ വെച്ച് തോണ്ടി വിളിക്കും. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് പേടിയൊക്കെ ആവും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു ആനേനെ അങ്ങ് ദൂരെ കെട്ടിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ അതിൻ്റെ അടുത്തോട്ടൊന്നും ആരും പോകാത്തത് അടുത്ത് കൊമ്പനാനയാണ് കേട്ടോ, വലിയ കൊമ്പൊക്കെ ഉള്ള ആനയായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നവരൊക്കെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു. ബിസ്ക്കറ്റ്, ബ്രെഡൊക്കെ ഈ ആനയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തിരി പഴം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ. പക്ഷേ പഴം വാങ്ങിക്കാനായിട്ട് കടയിൽ പോകണമെങ്കിൽ അങ്ങ് കുറേ നടക്കണം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പഴമൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇച്ചിരി പഴം വാങ്ങിച്ച് അവൾക്ക് കൊടുക്കണമെന്നേ. അപ്പോൾ ചേട്ടായിയോട് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു ഇനി അടുത്ത വർഷം ആവട്ടെ, അടുത്ത വർഷം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്. എന്താ അല്ലേ, ഞാനിങ്ങനെ പോയി നിൽക്കുന്നുണ്ടെങ്കിലും ഇവള് എനിക്ക് തിരിഞ്ഞ് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ട് എനിക്ക് ആനേനെ ഒന്നും പേടിയോ ഭയത്തോടൊന്നും ഞാൻ നോക്കത്തില്ലായിരുന്നേ. പക്ഷേ ഇപ്പം ഓരോ അമ്പലങ്ങളിലും, എല്ലാ അമ്പലങ്ങളിലും ആന ഇടയുന്ന ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിന് ശേഷം എനിക്ക് ആന എന്ന് പറഞ്ഞാൽ ഇഷ്ടം തന്നെയാണ്, പക്ഷെ പേടിയാട്ടോ, ഒരു ഭയം ഉള്ളിൽ എനിക്ക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അടുത്ത് പോകാനായിട്ട് ഭയങ്കര പേടിയാണ്. ഫ്രണ്ടിൽ ചെന്ന് നിന്നാലും ബാക്കിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞ് നോക്കുമായിരുന്നു. കാരണം തുമ്പിക്കൈ ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാലേ പിടിച്ചങ്ങ് വലിച്ചുകൊണ്ട് പോവാമല്ലോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വെള്ളം കുടിക്കാനും പിന്നെ ബജ്ജി കഴിക്കാനൊക്കെ പോയി കേട്ടോ. എനിക്ക് ഈ ഉത്സവപ്പറമ്പ് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ വെട്ടിക്കോട് അമ്പലം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ബജ്ജി നിർബന്ധമാണ്. മുളക് ബജ്ജിയോ അല്ലെങ്കിൽ കോളിഫ്ലവർ ബജ്ജിയോ അതൊക്കെ. ഇന്ന് വാങ്ങിച്ചത് കോളിഫ്ലവർ ബജ്ജിയാട്ടോ. ചേട്ടായി നീലൂട്ടനും കൂടെ ഒരു ഓറഞ്ചിൻ്റെ കുലുക്കി വാങ്ങിച്ചിട്ടുണ്ട്, അതും കുടിച്ചു. ഞാനൊരു കവള് മാത്രമേ കുടിച്ചുള്ളൂ. എനിക്ക് മധുരം അധികം കഴിക്കാനായിട്ട് തോന്നുന്നില്ലായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ കോളിഫ്ലവർ ഫ്രൈ എനിക്കിഷ്ടമാണ്. അതിൽ സോസൊക്കെ ഒഴിച്ചിട്ട് തന്നു, അത് കഴിച്ചു. അങ്ങനെ നീലൂട്ടനും വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളിനി
പൂരം എന്നാണ് അവിടെ അനൗൺസ് ചെയ്തത് കേട്ടോ. ഉദിയന്നൂർ പൂരം എന്നാണ് അവിടെ അനൗൺസ് ചെയ്തത്. അപ്പോൾ അത് കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒന്നാമത് ഞങ്ങൾ 10-10:30 കഴിഞ്ഞപ്പോഴത്തേനും വന്നു കേട്ടോ. കാരണം ചേട്ടായിക്ക് ഒട്ടും വയ്യായിരുന്നു. ചേട്ടായി ജോലിക്ക് പോയിട്ട് വന്നു, കുറച്ച് നേരം പോലും ഒന്നും ഇരിക്കാതെ നേരെ ഇറങ്ങി കേട്ടോ. പിന്നെ ചേട്ടായിക്ക് കാലൊക്കെ വേദനയും നടുവേദനയൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു. കുറച്ചധികം നേരം ഞങ്ങളവിടെ നിന്നായിരുന്നു കേട്ടോ. അത്രയും തന്നെ ധാരാളം. ഭയങ്കര സന്തോഷമായി പോയപ്പോൾ തന്നെ. അങ്ങനെ പൂരം തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തു. എല്ലാം അവിടെ ഒരുക്കി സെറ്റ് ചെയ്യുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഗജവീരന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും പേരുണ്ടെന്ന്, 4 പേര് മൊത്തം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ആകെ കെട്ടിയിരുന്നിടത്ത് ആ സുന്ദരി പെണ്ണിനെയും ഒരു കൊമ്പനാനെയും മാത്രമേ കണ്ടുള്ളായിരുന്നു. പക്ഷേ ബാക്കി 2 പേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ എവിടെയാണ് നിന്നതെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങൾ പോയി നിന്നപ്പോഴത്തേനും ദാ ഈ 4 പേരെയും കൊണ്ടുവന്നു. ആദ്യം 3 പേരെയാണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനെയാണ് നമ്മുടെ സ്പെഷ്യൽ ആളെ സുന്ദരിപ്പെണ്ണിനെ കൊണ്ടുവന്നത്. ഇനി ഇവരെ 4 പേരെയും നെറ്റിപ്പട്ടവും വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി ഒരുക്കും കേട്ടോ. ഒരുക്കി സുന്ദരന്മാരും സുന്ദരികളും ആക്കും. 2 കൊമ്പനാനയും 2 പെണ്ണാനയും ആയിരുന്നു. അതിന് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. 2 പെണ്ണാനയായിരുന്നു ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കും ചേട്ടായിക്കും നല്ല പേടിയുണ്ട് കേട്ടോ. എപ്പോഴാണ് ഓടേണ്ടി വരിക എന്ന് അറിയത്തില്ല. എന്നാലും പോയി അങ്ങനെ ധൈര്യത്തോടെ നിന്നു. പിന്നെ വേറൊരു കാര്യം ശരിക്കും എനിക്ക് പേടിയായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു 4 ഹെലികോപ്റ്റർ അല്ല ശരിക്കും പറഞ്ഞാൽ, വിമാനമാണ് കേട്ടോ. 4 എയ്റോപ്ലെയിൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. 4 എയ്റോപ്ലെയിൻ ആകാശത്തൂടി പോയി കേട്ടോ. അപ്പോൾ 3 എയ്റോപ്ലെയിൻ പോയി. ആദ്യം ഒരെണ്ണം പോയി. അപ്പം ഞാൻ വിചാരിച്ചു നോർമലായിട്ട് പോകുന്നതായിരിക്കും. പിന്നെ രണ്ടാമതൊരെണ്ണം പോയി. അപ്പോഴും ഞാൻ വിചാരിച്ചു അത് കുഴപ്പമില്ല, ഇത് സ്ഥിരം ഇതിലേ പോകുന്നതായിരിക്കുമെന്ന്. അതിൻ്റെ ബാക്കിൽ മൂന്നാമതൊരു എയ്റോപ്ലെയിനും കൂടെ വന്നപ്പോഴത്തേന് എനിക്കൊരു ടെൻഷനായി കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരു ഇതൊക്കെ നടക്കുമല്ലേ, യുദ്ധസമാനമായിട്ടുള്ള ഒരു ഇതൊക്കെ നടക്കുമല്ലേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലോട്ട് വന്നിട്ട് എനിക്ക് ടെൻഷനായി കേട്ടോ. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ അടുത്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ, അതുകൊണ്ടാണോ ഇങ്ങനെ എയ്റോപ്ലെയിനുകൾ ഇങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞു 4മതൊരെണ്ണവും കൂടെ, ഒരു എയ്റോപ്ലെയിനും കൂടെ പോകുന്നത് കണ്ടു കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ കിളി പോയി ഗൈസ്. എനിക്ക് ഭയങ്കര ടെൻഷനായി. എവിടെയോ എന്തോ സംഭവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്നുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഈ ആൾ കൂടുന്നിടത്തൊക്കെ പോകാനായിട്ട് ഇപ്പം നല്ല ടെൻഷനാണ് കേട്ടോ. ഇതുപോലത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഉത്സവത്തിനൊക്കെ ആൾ ഒരുപാട് കൂടുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോകാനായിട്ട് എനിക്ക് നല്ല പേടിയാണ്. അപ്പം ഞാൻ എല്ലാവരെയും ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ചുറ്റും നിന്നിട്ട് എല്ലാവരെയും ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറെ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഗജവീരന്മാരെയും വീരത്തികളെയും കണ്ട് നമ്മളിങ്ങനെ ഇതാണ് നമ്മുടെ സ്വന്തം കുറുമ്പെത്തി കേട്ടോ. ഇവക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. അടുത്ത് നിൽക്കുന്ന ആനകളെ വരെ തോണ്ടി വിളിക്കുന്ന സൈസുള്ള ആനയാണ് ആ പോയത്. അതുകൊണ്ട് തന്നെ അവളെ മറ്റ് ആനകളിൽ നിന്നും കുറച്ചധികം ഗ്യാപ്പിട്ടായിരുന്നു ഇവളെ നിർത്തിയിരുന്നത്. ആ കുണുങ്ങിയുള്ള നിപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത്തിരി കുറുമ്പ് കൂടുതലാണെന്ന്. തുമ്പിക്കൈ വെച്ച് അടങ്ങി നിൽക്കത്തില്ല അവൾ. ഇതിലേക്കൂടെയും പോകുന്നവരെയൊക്കെ തുമ്പിക്കൈ വെച്ച് തോണ്ടി വിളിക്കുക. അപ്പുറത്ത് നിൽക്കുന്ന ആനയെ തോണ്ടുക തുമ്പിക്കൈ വെച്ച്. പിന്നെ ഫുഡ് കൊടുക്കാൻ നേരം പനമ്പട്ട ആ സാധനമൊക്കെ കൊടുക്കാൻ നേരം അതിന് കുറുമ്പ് കാണിക്കുക. ഇത്തിരി കുറുമ്പ് കൂടുതലായതുകൊണ്ട് ആ കൊമ്പനാനയുടെ അടുത്തു നിന്ന് മാത്രമല്ല ബാക്കി 3 ആനകളുടെ അടുത്തു നിന്നും ഈ കുറുമ്പത്തിനെ കുറച്ചധികം ദൂരത്തിലായിരുന്നു നിർത്തിയിരുന്നത് കേട്ടോ. ചിലപ്പം പറയാൻ പറ്റത്തില്ലല്ലോ, ആ കൊമ്പനാനേനെ ഒന്ന് തോണ്ടുമ്പോഴത്തേനോ കൊമ്പനാനയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പം അത് നീരസം വല്ലതും കാണിച്ചാൽ പ്രശ്നമല്ലേ. അപ്പം അതുകൊണ്ട് അവളെ ഇത്തിരി ഗ്യാപ്പിട്ടായിരുന്നു നിർത്തിയത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം നമ്മളുടെ ചെണ്ടമേളം ആസ്വദിക്കാം.
കുറച്ച് നേരം നിന്ന് ചെണ്ടമേളമൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ.
10:30 ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചപ്പോഴത്തേനും 10:45 10:50 ആയപ്പോഴത്തേനും ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പം നമ്മുടെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും ആണ്. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ എന്താ പറയുക, ഓരോ ദിവസത്തെ വിശേഷങ്ങൾ നമ്മളൊക്കെ ഷെയർ ചെയ്യാം. നീലൂട്ടന് അതും ഇതും വാങ്ങിക്കാനായിട്ട് സമ്മതിക്കാത്തതുകൊണ്ട് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.